ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി റൂട്ടീൻസ് ആണ്. ഡെയിലി റൂട്ടീൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. ഡെയിലി റൂട്ടീൻസ്, ദിനചര്യ. വാട്ട് ടൈം ഡു യു ഗെറ്റ് അപ്പ്? നിങ്ങൾ എത്ര മണിക്കാണ് എഴുന്നേൽക്കുന്നത്? ഐ ഗെറ്റ് അപ്പ് അബൌട്ട് 6:30. ഞാൻ ഏകദേശം 6:30 എഴുന്നേൽക്കുന്നു. വാട്ട് ടൈം ഡു യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് യൂഷ്വലി? എത്ര മണിക്കാണ് താങ്കൾ പ്രഭാത ഭക്ഷണം കഴിക്കുക പതിവുള്ളത്? ബ്രേക്ക്ഫാസ്റ്റ് ഈസ് ഓൾവേസ് അറ്റ് 8:15. പ്രഭാത ഭക്ഷണം എപ്പോഴും 8:15 വാട്ട് ടൈം ഡു യു ലീവ് ഹോം? എത്ര മണിക്കാണ് താങ്കൾ വീട് വിടുന്നത്? ഐ ലീവ് ഹോം അറ്റ് 9:30. ഞാൻ വീട് വിടാറാകുന്നത് രാവിലെ 9 മണിക്കാണ്. വെൻ ഡു യു റീച്ച് യുവർ ഓഫീസ്? എപ്പോഴാണ് താങ്കൾ ഓഫീസിലെത്തുന്നത്? ഐ റീച്ച് മൈ ഓഫീസ് അറ്റ് 10 AM. ഞാൻ ഓഫീസിലെത്തുന്നത് രാവിലെ 10 മണിക്കാണ്. വെൻ ഡു യു ടേക്ക് യുവർ ലഞ്ച്? എപ്പോഴാണ് താങ്കൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്? ഐ ടേക്ക് മൈ ലഞ്ച് അറ്റ് 1 PM. ഞാൻ ഉച്ചയ്ക്ക് ശേഷം 1 മണിക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നു. വെൻ ഡു യു ലീവ് ഫോർ ഹോം? എപ്പോഴാണ് താങ്കൾ വീട്ടിലേക്ക് തിരിക്കുന്നത്? ഐ ലീവ് ഫോർ ഹോം അറ്റ് 6 in the evening. ഞാൻ വൈകുന്നേരം 6 മണിക്ക് വീട്ടിലേക്ക് തിരിക്കുന്നു. വെൻ ഡു യു റീച്ച് ഹോം? എപ്പോഴാണ് താങ്കൾ വീട്ടിലെത്തുന്നത്? ഇറ്റ്സ് ഡിപ്പെൻഡ്സ്. അത് ആശ്രയിച്ചിരിക്കും. യൂഷ്വലി ഐ വിസിറ്റ് ദി മാർക്കറ്റ് ആൻഡ് ഗ്രോസറീസ് ഇൻ ദി ഈവനിങ്. സാധാരണ ഞാൻ വൈകുന്നേരം ചന്തയും കടയും സന്ദർശിക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി ഐ വുഡ് റീച്ച് ഹോം ബിഫോർ 8 PM in the evening. സാധാരണ ഞാൻ വൈകുന്നേരം സാധാരണമായും അത്രയും ഞാൻ രാത്രി 8 മണിക്ക് വീട്ടിലെത്തും. Sometimes I would visit my friends on the way and then I would reach home lately. ചിലപ്പോൾ ഞാൻ വൈകി വെച്ച് എൻ്റെ സുഹൃത്തുക്കളെ സന്ദർശിക്കും. പിന്നീട് വൈകി മാത്രമേ വീട്ടിലെത്തുകയുള്ളൂ. ഹൗ ഓഫ്റ്റൻ ഡു യു വാച്ച് ടെലിവിഷൻ? എപ്പോഴാണ് താങ്കൾ ടെലിവിഷൻ കാണും? ഐ വാച്ച് ടെലിവിഷൻ എവറി നൈറ്റ്. ഞാൻ എല്ലാ ദിവസവും രാത്രി ടെലിവിഷൻ കാണും. വേർ ഡു യു ഈറ്റ് യുവർ ലഞ്ച്? എവിടെയാണ് നിങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്? യൂഷ്വലി ഐ ഈറ്റ് അറ്റ് ദി റെസ്റ്റോറൻറ്റ് നിയർ ബൈ മൈ ഓഫീസ്. സാധാരണമായി ഞാൻ ഓഫീസിനടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിക്കുന്നു. വാട്ട് ഈസ് യുവർ ഹോബി? താങ്കളുടെ വിനോദം എന്താണ്? ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ ആൻഡ് കളക്ടിങ് സ്റ്റാമ്പ്സ്. ഞാൻ ഫുട്ബോൾ കളിക്കുന്നു, സ്റ്റാമ്പുകൾ ശേഖരിക്കുന്നു ഇഷ്ടപ്പെടുന്നു. ഡു യു ലൈക്ക് സ്വിമ്മിങ്? താങ്കൾക്ക് നീന്തൽ ഇഷ്ടപ്പെടുന്നു? ഓഫ് കോഴ്സ് ഐ ലൈക്ക് ടു സ്വിം ഇൻ ദി ഓഷൻ. തീർച്ചയായും ഞാൻ സമുദ്രത്തിൽ നീന്താൻ ഇഷ്ടപ്പെടുന്നു. ഇറ്റ്സ് ആക്ച്വലി എ ലോട്ട് ഓഫ് ഫൺ. അത് യഥാർത്ഥത്തിൽ ഒരു വലിയ രസം തന്നെ. ഐ എൻജോയ് ഇറ്റ് വെരി മച്ച്. ഞാൻ അത് വളരെയേറെ ആസ്വദിക്കുന്നു. ഡു യു ലൈക്ക് റീഡിങ്? താങ്കൾക്ക് വായന ഇഷ്ടമാണോ? ഓഫ് കോഴ്സ് ഐ ഗോ ടു പബ്ലിക് ലൈബ്രറി എവറി വീക്കെൻഡ്. തീർച്ചയായും എല്ലാ വാരാവസാനവും ഞാൻ വായിക്കാൻ ശാലയിൽ പോകുന്നു. യൂഷ്വലി ഐ സ്പെൻഡ് മൈ ജോർണി ടൈം റീഡിങ്. സാധാരണമായി ഞാൻ എൻ്റെ സമയം ചെലവഴിക്കുന്നത് വായിച്ചുകൊണ്ടാണ്. ഡു യു വാച്ച് മൂവി? താങ്കൾ സിനിമകൾ കാണാറുണ്ടോ? യെസ് ഐ ഡു. ഐ വാച്ച് അറ്റ് ലീസ്റ്റ് 1 ഗുഡ് മൂവി ഇൻ എ മന്ത്. ഉണ്ട്, ഞാൻ കാണാറുണ്ട്. മാസത്തിൽ ഒരിക്കൽ ഏറ്റവും
കുറഞ്ഞത് ഒരു നല്ല സിനിമ എന്തെങ്കിലും ഞാൻ കാണുന്നു. ഡു യു എൻജോയ് മ്യൂസിക്? താങ്കൾ സംഗീതം ആസ്വദിക്കുന്നുണ്ടോ? യെസ് ഐ ഡു. ഐ ലിസൺ ഫിലിം സോങ്സ് എവറി നൈറ്റ് ബിഫോർ ഗോയിങ് ടു സ്ലീപ്. ഐ വാച്ച് മ്യൂസിക് പ്രോഗ്രാംസ് ഇൻ ടെലിവിഷൻ ആൾസോ. ഉണ്ട്, ഞാൻ ആസ്വദിക്കുന്നു. എല്ലാ രാത്രികളിലും ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് ഞാൻ ചില ഗാനങ്ങൾ കേൾക്കുന്നു. ഞാൻ സംഗീതം പരിപാടികൾ ടെലിവിഷനിൽ കാണുകയും ചെയ്യുന്നു. ഡു യു ഗോ ഔട്ട് ഫോർ വാച്ചിങ് ഡ്രാമാസ്? താങ്കൾ നാടകങ്ങൾ കാണാൻ പുറത്തു പോകാറുണ്ടോ? നോ, നോട്ട് അറ്റ് ഓൾ. ഐ വുഡ് ലൈക്ക് ടു വാച്ച് TV ഇൻസ്റ്റെഡ്. ഇല്ല, തീരെ ഇല്ല. അതിനു പകരം ഞാൻ ടെലിവിഷനിൽ കാണാൻ ഇഷ്ടപ്പെടുന്നു. ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ പെയിന്റിംഗ്? താങ്കൾക്ക് പെയിന്റിംഗിൽ താല്പര്യമുണ്ടോ? യെസ്, ഐ ആം മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്. ഉണ്ട്, ഞാൻ ചിത്രം വരയ്ക്കുന്നതിലും പെയിന്റിങ്ങിലും വളരെയേറെ താല്പര്യമാണ്. ഐ ക്യാൻ പ്ലേ ഗിറ്റാർ ആൻഡ് വയലിൻ ആൾസോ. എനിക്ക് ഗിറ്റാറും വയലിനും വായിക്കാൻ കഴിയും. ഐ ഹാവ് ഗോട്ട് ദീസ് ഇൻസ്ട്രുമെന്റ്സ് വിത്ത് മീ. ഈ ഉപകരണങ്ങൾ എന്റെ കൈവശമുണ്ട്. ഓ റിയലി മാർവലസ് ടു നോ ദീസ് ഹിം. ഓ, യഥാർത്ഥത്തിൽ ഇതെല്ലാം അറിയുന്നത് ആശ്വാസകരം തന്നെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ എന്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എന്റെ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അതിന് ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും see you.